ഹേ ഗൈസ്, നാട്ടില് കളിയാട്ടം തുടങ്ങി നമ്മളെല്ലാം വൈബ് പോണേ. ജമാലും ടിങ്കും വൈബ് മുത്തിട്ട് പ്രാന്തൻ സ്റ്റെപ്പെല്ലാം ഇട്ടുകൊണ്ട് അപ്പഴത്തേന് അപ്പുറത്തെ താലിമ് തുടങ്ങി. എന്റെ ഈ പണ്ടാര സർജറി കാരണം എന്റെ താലിമ് കളി മിസ്സായി, എല്ലാം മിസ്സായി. ഇവരവിടെ താലിമ് കളിക്കുന്ന എന്റെ കയ്യും കാലും വിറച്ചോണ്ടേ കളിക്കാന്ന് എന്താക്കുന്ന സർജറി ആയി പോയില്ലേ. ഭർത്താവിന്റെ സ്കില്ലെല്ലാം കണ്ടിട്ട് അന്തം വിട്ട കുന്നം പോലെ നിന്നിന് നമ്മളെ ചിഹ്നം വെച്ച്. എന്തായാലും പരിപാടി പിള്ളേരങ്ങ് കത്തിച്ച് എനിക്ക് സങ്കടമൊന്നുമില്ല, ചെറിയൊരു വിഷമം. അപ്പോഴത്തേന് അപ്പുറത്തെ ശക്തിന്റെ കാഴ്ച എത്തി. പിന്നെ അതില് കയറിയിട്ട് അങ്ങ് ഇളകലെല്ലാം ഇളക്കി. ഞാൻ പിന്നെ വയറെല്ലാം ഇളക്കാണ്ട് തല മാത്രം അടിച്ചിട്ട് വെറൈറ്റി സ്റ്റെപ്പെല്ലാം ഇട്ട് കളിച്ചു. അപ്പോഴത്തേന് അപ്പുറത്തെ വീരനഗരത്തെ കാഴ്ച എത്തി. പിന്നെ അതിലും കുറച്ച് ഇളക്കാന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് തുള്ളി. ഇവിടെ കുറച്ച് ടഫ് സ്റ്റെപ്സ് ഇട്ടോണ്ടാവുക കാരണം അപ്പുറത്തെ മുട്ടത്തെ കാഴ്ച എത്തി. അങ്ങനെ അതിലേക്കും പോയിട്ട് തുള്ളി. നമ്മ ആരെ ബേജാറാക്കിട്ട് എല്ലാ കാഴ്ചയിലും നമ്മ തുള്ളി. അപ്പുറത്തേന് നമ്മ ഈ ഐറ്റം കാണുന്നത് കുലുക്കിട്ട് അവനെ കുലുങ്ങിക്കൊണ്ട ഒരു ഡുക്കത്തെ കുലിക്കൽ. പിന്നെ അവിടെ നടന്നത് എന്തോ ഓർമ്മയില്ല. കൊട്ട് എന്ന് പറഞ്ഞ 3 ടീമും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കൊട്ട്, ഒടുക്കത്ത് കൊട്ട്, പണ്ടാരം കൊട്ട്, മജേ മജ. അത് കഴിഞ്ഞ അവിടുന്ന് പുറത്തിറങ്ങിയപ്പോ ഡോൺ ആ വൈബിൽ നിന്ന് ഇപ്പോഴും പുറത്ത് പറ്റും. അതേ വൈബിൽ ഇങ്ങനെ തുള്ളി നിന്നുകൊണ്ട് അതെല്ലാം കഴിഞ്ഞപ്പോ നമ്മ ഫുൾ ഭക്തി മൂഡിലോട്ട് മാറി. പിന്നെ തെയ്യോ നോക്കിട്ട് അച്ഛന്മാർ വിറക്കുന്നതെല്ലാം നോക്കിട്ട് നമ്മ ഭക്തിയിൽ അടങ്ങിയിരുന്നു. അപ്പോഴത്തേന് വെടി ചുക്കുറ് വെടി പൊട്ടിക്കാൻ ഇറങ്ങി. വെടിക്ക് തീ കൊടുത്തത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ നോക്കുമ്പോ ചെവിന്ന് പുകയെല്ലാം പോയിക്കൊണ്ട് അജാതി പൊട്ടൽ പൊട്ടി. വെടി പൊട്ടിട്ട് കിളി പോയിട്ട് മണി 5 ആയി. രാവിലെ 1000 തെയ്യം തുടങ്ങി. അങ്ങനെ തെയ്യോ നോക്കിട്ട് ആടെ ഇരുന്ന്. അപ്പൊ ഇനി അങ്ങോട്ട് 2-3 കളിയാട്ടം സീരീസ് വ്ളോഗ് വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ എന്നെ ഫോളോ ആക്കിയിട്ട് ഇരുന്നു. അപ്പൊ ഞങ്ങൾ പോയിട്ട് ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്.